മുരളി, ഒന്നിഞ്ഞു വന്നേ. ഞാൻ പരിഭവം കാണിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ മറക്കണം. ഇനിയിപ്പോ നീ ഒരച്ഛനാവുകയല്ലേ, കാലക്രമേണ എന്റെ വിഷമം നിനക്ക് മനസ്സിലാവും. എല്ലാം അങ്ങ് മറന്നേക്കണം. അതൊക്കെ ഓർമ്മിച്ചിട്ട് വേണ്ടേ അച്ഛൻ മറക്കാൻ? അച്ഛാ, ഇത് എന്താ ചെയ്ത്? ഇരുന്നോട്ടെ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആവശ്യങ്ങൾ വരും. അതിന് ഇതിരിക്കട്ടെ. അച്ഛനിത് പിടിച്ചേ. വേണ്ട, ഇതങ്ങ് പിടിക്കച്ച. വേണ്ട, ഇരിക്കട്ടെ. അച്ഛാ, ഇത് വാങ്ങ. വേണ്ട. അമ്മേ, ദേ ഇത് കണ്ടോ? കാശൊക്കെ ആയിട്ടാ ഗൗരിയുടെ അച്ഛൻ വന്നത്. ഇത് പിടിക്കച്ച. മോനെ വേണ്ട. അച്ഛാ, ഇത് പിടിക്ക. വേണ്ട, മോന്റെ ഇരിക്കട്ടെ. ഗൗരി, അച്ഛനത് തിരികെ വാങ്ങുന്നില്ല. ഗൗരി, ഈ കാശ് തിരിച്ചു വാങ്ങാൻ പറഞ്ഞേ. ഇത് ഞങ്ങളുടെ മോൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചതാ. അതിരുന്നോട്ടെ മുരളി. ഇനിയിപ്പോ ഇതിന്റെ പേരിലായിരിക്കും നമ്മൾ പിണങ്ങുന്നത്. ഗൗരി നിങ്ങളുടെ മകളായതിന്റെ പേരില് ഒരു നയാ പൈസ ഇവിടേക്ക് വേണ്ട. നിങ്ങളുടെ മകളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അല്ല മോനെ, ഞങ്ങള് ഗൗരിയുടെ അച്ഛനായതുകൊണ്ട് വെറുതെ അച്ഛാന്ന് വിളിക്കുന്നല്ല ഞാൻ. എനിക്കെന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പാ. പിന്നീട് അച്ഛാന്ന് വിളിക്കുന്നത് ഗൗരിയുടെ അച്ഛനെയാ. ആ സ്നേഹം എന്നോട് കാണിക്കണം. ഇതിപ്പോ വലിയ സെന്റിമെന്റ്സിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. അതെ, രണ്ടുപേരും തർക്കിക്കണ്ട. ഇതേ എന്റെ കയ്യിലിരുന്നോട്ടെ. ചേച്ചി, എന്നെ നോക്കിട്ട് കുറവാണെങ്കിലേ കൂടുതൽ വാങ്ങിക്കണേ. എടി എടി എടി, ഇതേ എന്റെ അച്ഛനും അമ്മയും തന്ന കാശ, അത് ഞാൻ നോക്കിക്കോളാം. നിനക്ക് വേണമെങ്കിലേ 2 ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചു തരാം, പോരെ? ഓ മതിയേ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മുരളി. ശരി. നീ എന്റെ മോൻ തന്നെയാ. എന്റെ മോൾക്ക് ആണൊരുത്തൻ ഭർത്താവായിട്ട് കിട്ടിയതിൽ ഈ അച്ഛന് അഭിമാനമുണ്ട്. നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിന്റെ അപ്പൂപ്പനാകാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത് തന്നെ വലിയ കാര്യ. പോട്ടെ മോളെ. ശരി മോളെ, പോയിട്ട് വരാം. പോയിട്ട് അമ്മേ. പോട്ടെ മോനെ, പോവാണേ. ഭാർഗവി. ശരി, വരതേ.